ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവളെ ഏറ്റവും സ്വാധീനിക്കുന്നത് അമ്മമാരാണല്ലേ. ചെറുപ്പത്തിൽ അമ്മയെപ്പോലെ ആകാൻ ആഗ്രഹിക്കുന്ന, അനുകരിക്കാൻ ശ്രമിക്കുന്ന കുട്ടികളുണ്ട്. എന്നാൽ കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ ചില പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ശത്രു അമ്മയായിരിക്കും. അതിന് പല കാരണങ്ങൾ കാണാം. എന്നാൽ യൗവനത്തിലേക്ക് കടന്ന് വിവാഹമൊക്കെ കഴിയുമ്പോഴാണ് അമ്മയുടെ വില പെൺമക്കൾ മനസ്സിലാക്കുന്നത്. കുഞ്ഞുങ്ങളെ വളർത്താനുള്ള കഷ്ടപ്പാടും വീട്ടിലെ ദുരിതവും എല്ലാം സ്വന്തം ചുമലിലേറ്റിയ അമ്മ. അങ്ങനെ ഒരു സ്ത്രീ നിങ്ങളുടെ വീട്ടിലുമുണ്ടാകും. മക്കൾക്ക് നല്ലത് മാത്രം വരണേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നവർ, നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവർ, തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നവർ. എന്നാൽ കൊച്ചി പനങ്ങാട് ഒരമ്മയുടെ കണ്ണീർ കണ്ടു. ഫേസ് ക്രീം മാറ്റിവെച്ചതിന് അമ്മയുടെ വാരിയല് കമ്പിപ്പാര കൊണ്ട് തല്ലി ഒടിച്ച മകളുടെ ക്രൂരതയാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. മക്കളെ വളർത്തി വലുതാക്കാൻ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചവരാണ് ഓരോ അമ്മമാരും. വീട്ടിലെ പട്ടിണി മാറ്റാൻ മുണ്ടുമുറുക്കി ഉടുത്തിട്ടുണ്ട്. ഒട്ടേറെ ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. മക്കൾ ചെറിയ കുസൃതി കാട്ടുമ്പോൾ പോലും നമ്മൾ കാണാതെ അവർ കുറേ കരഞ്ഞിട്ടുണ്ട്. കൊച്ചി പനങ്ങാട് സ്വദേശിനി സരസുവും മകളെ വളർത്താൻ വളരെ കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ അതിന് ആ മകൾ അമ്മയ്ക്ക് നൽകിയ സമ്മാനം എന്താണെന്നറിയാമോ? ഒരൊറ്റ ദേഷ്യത്തിന് അമ്മയുടെ വാരിയല് കമ്പിപ്പാര കൊണ്ട് തല്ലി ഒടിച്ചു. ഫേസ് ക്രീം മാറ്റിവെച്ചതിനാണ് 70 വയസ്സുള്ള അമ്മയെ മകൾ നിവിയ ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകം, ലഹരിക്കടത്ത് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ നിവിയ. കൊച്ചി പനങ്ങാട് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു 30 വയസ്സുകാരി നിവിയ അമ്മയെ അതിക്രൂരമായി മർദ്ദിച്ചത്. തന്റെ ഫേസ് ക്രീം മാറ്റിവെച്ചത് എന്തിനാണെന്ന് ചോദിച്ചായിരുന്നു ആദ്യം തർക്കം തുടങ്ങിയത്. പിന്നീട് പ്രതിയുടെ കാര്യങ്ങളിൽ അമ്മ അനാവശ്യമായി ഇടപെടുന്നുവെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. അമ്മയെ തടഞ്ഞു നിർത്തി കൈകൊണ്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ച് കരണത്തടിച്ചു, കാലുകൊണ്ട് ചവിട്ടി, കമ്പിപ്പാര കൊണ്ട് വലത് കൈയിലടിച്ചു. അടികൊണ്ട് താഴെ വീണ അമ്മയെ അസഭ്യം പറഞ്ഞുകൊണ്ട് നെഞ്ചിൽ വീണ്ടും കമ്പിപ്പാര കൊണ്ട് അടിച്ചു വാരിയലൊടിച്ചു എന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത്. നിവിയ ഒരു കൊലപാതക കേസിലെ പ്രതിയാണ്. ഒരു ലഹരി കേസുമുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമാണ് നിവിയയ്ക്കുള്ളതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഇവർ നിരന്തരമായി അമ്മയുമായി പ്രശ്നമുണ്ടാക്കാറുണ്ട്. സംഭവത്തിന് ശേഷം അമ്മ പോലീസിൽ പരാതി നൽകി. കേസെടുത്തെന്നറിഞ്ഞതോടെ നിവിയ ഒളിവിൽ പോയി. വയനാട് മാനന്തവാടിയിൽ നിന്നാണ് പനങ്ങാട് പോലീസ് നിവിയയെ കസ്റ്റഡിയിലെടുക്കുന്നത്. പിടിയിലാകുന്ന സമയത്ത് 10 വയസ്സുള്ള കുട്ടിയും ഒപ്പമുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. നിവിയയ്ക്കെതിരെ ഗുണ്ട ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്താനാണ് തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ഒരു കുഞ്ഞിന് വേണ്ടി വർഷങ്ങളോളം പ്രാർത്ഥിക്കുന്ന ദമ്പതികളുണ്ട്. കുട്ടികൾ കരഞ്ഞാൽ നെഞ്ചുപിടയുന്ന മാതാപിതാക്കളുണ്ട്. എന്നാൽ കുഞ്ഞ് രാത്രിയിൽ കരഞ്ഞതിൻ്റെ പേരിൽ അതിനെ കൊലപ്പെടുത്തുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള സങ്കടപ്പെടുത്തുന്നൊരു വാർത്തയിലേക്കാണ്. ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെ കുട്ടി കുഴഞ്ഞു വീണും മരിച്ച കേസിൽ നിർണായക വഴിത്തിരിവ്. കൈമുട്ടുകൊണ്ട് 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ അടിവയറ്റിൽ ഇടിച്ചതാണ് മരണകാരണമെന്ന് തെളിഞ്ഞു. കേസിൽ അച്ഛൻ ഷിജിൻ കുറ്റം സമ്മതിച്ചു. ഭാര്യയുമായുള്ള പ്രശ്നത്തെ തുടർന്നാണ് ഇയാൾ ഈ കടുങ്കൈ ചെയ്തതെന്നാണ് വിവരം. ഒരു വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പോലീസ് 3ാം തവണ ചോദ്യം ചെയ്തപ്പോഴാണ് അച്ഛൻ ഷിജിൻ കുറ്റം സമ്മതിച്ചത്. ഫോറൻസിക് പരിശോധനാ ഫലമടക്കം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു വീണ്ടും ചോദ്യം ചെയ്തത്.
കുട്ടിയെ മർദ്ദിച്ചിരുന്നതായി ഷിജിൻ പോലീസിനോട് സമ്മതിച്ചു. കുട്ടിയുടെ രാത്രിയുള്ള കരച്ചിൽ അസ്വസ്ഥനാക്കിയിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകി. കൈമുട്ടുകൊണ്ട് അടിവയറ്റിലേറ്റ ക്ഷതമാണ് ആന്തരിക സ്രാവത്തിന് ഇടവരുത്തിയതെന്ന് പോലീസ് പറയുന്നു. നെയ്യാറ്റിൻകര കവളാകുളത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഷിജിന്റെയും കൃഷ്ണപ്രിയയുടെയും ഏകമകൻ ഇഹാൻ എന്ന അപ്പു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മരിച്ചത്. പിതാവ് നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെ കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചുവെന്നായിരുന്നു ആരോപണം. മാതാവിന്റെ വീട്ടുകാരുടെ പരാതിയിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. ഷിജിനും ഭാര്യയും ഇടയ്ക്ക് പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. അടുത്തിടെയാണ് വീണ്ടും ഒരുമിച്ച് താമസം തുടങ്ങിയത്. കുട്ടിയുടെ ദേഹത്തെ പരിക്കുകൾ ആദ്യം തന്നെ പോലീസിൽ സംശയമുണ്ടാക്കിയിരുന്നു. കുട്ടിക്ക് ആന്തരിക രക്തസ്രാവമുള്ളതായി പോസ്റ്റ്മോർട്ടത്തിലും കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ പിതാവിനെതിരെ കൊലക്കുറ്റം ചുമത്തും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ലോൺ ആപ്പുകളുടെ കെണിയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. എങ്കിലും പെട്ടെന്നൊരു സാമ്പത്തിക പ്രശ്നമുണ്ടായാൽ ചിലർ ലോൺ ആപ്പുകളിൽ നിന്ന് പണം കടമെടുക്കും. പിന്നീട് വലിയ ചതിക്കുഴിയിൽ വീഴുമ്പോഴാണ് അപകടം തിരിച്ചറിയുന്നത്. പാലക്കാട് കഞ്ചിക്കോട് സ്വദേശി അജീഷും ഇങ്ങനെ നിവൃത്തികേട് കാരണം ലോൺ ആപ്പിൽപ്പെട്ടതാണ്. തിരിച്ചടവ് മുടങ്ങിയതോടെ ഭീഷണി, നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് മെസ്സേജ് എത്തിയതോടെ അജീഷ് മാനസികമായി തകർന്നു. ഒടുവിൽ ആ ചെറുപ്പക്കാരൻ സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. റൂബിക് മണി എന്ന ആപ്പിൻ്റെ പേരിലാണ് ഭീഷണി വന്നതെന്നാണ് വിവരം. സംഭവത്തിൽ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പാലക്കാട് മേനോൻപാറ സ്വദേശി അജീഷിന്റെ മരണത്തിലാണ് കുടുംബത്തിന്റെ പരാതി. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. പിന്നാലെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ലോൺ ആപ്പ് ഭീഷണിയെക്കുറിച്ച് കുടുംബത്തിന് വിവരം ലഭിച്ചത്. റുബിക് മണി എന്ന ആപ്ലിക്കേഷനിൽ നിന്നാണ് അജീഷ് പണം വായ്പയെടുത്തത്. തിരിച്ചടവ് വൈകിയതോടെ മോർഫ് ചെയ്ത നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണി തുടങ്ങി. ഇതിന് പിന്നാലെയാണ് അജീഷ് ജീവനൊടുക്കിയതെന്ന് കുടുംബം പറയുന്നു. ഓൺലൈൻ ആപ്പിൽ കൂടെ പൈസ എടുത്തുള്ള വരുന്നത്. ഓൺലൈനിൽ ഇപ്പോൾ 500 എടുത്ത് 1000 ഉറപ്പ് തരും, 2000 തരുമായിരുന്നു. അപ്പോൾ അത് 2 പലിശ കൂട്ടിയൊക്കെ അടച്ചടച്ച് 2000-3000 ഒക്കെ ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഓൺലൈനിൽ പൈസ അടയ്ക്കാൻ പറ്റില്ല. അവർ അടയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ അടയ്ക്കാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടച്ചു കഴിഞ്ഞാൽ വീണ്ടും അടയ്ക്കാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടച്ചില്ലെങ്കിൽ അവർ പറയുന്നത് നിങ്ങളുടെ ഫോട്ടോ അയച്ചു വിടും, അല്ലെങ്കിൽ കോൺടാക്ട് ലിസ്റ്റൊക്കെ അയച്ചു തരും. വാട്സപ്പിൽ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്സപ്പിൽ അയച്ചിട്ട് കോൺടാക്ട് ലിസ്റ്റ് അയച്ചിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ ഫോട്ടോ അയച്ചു കൊടുക്കും, മോർഫ് ചെയ്ത് ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോഴാണ് ഭീഷണി പറഞ്ഞത്. ആ ഫോട്ടോ കണ്ട് തന്നെ ഏട്ടൻ മാനസികമായി തളർന്നു. അപ്പോൾ നമ്മൾ ലോൺ അടയ്ക്കാൻ പറഞ്ഞാൽ ആൾക്ക് സമാധാനപ്പെടില്ല. ലോൺ അടച്ചാൽ എൻ്റെ ഫോട്ടോ പൈസ അയച്ചുകൊണ്ടിരിക്കാൻ പറയുന്നത് കൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുന്നേ കാര്യം മൊത്തം അറിഞ്ഞത്. നമുക്കൊന്നും കണ്ടുകൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ അതുപോലെ ആരെങ്കിലും ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. അജീഷിന്റെ ഫോൺ ഹാക്ക് ചെയ്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഫോൺ നമ്പറുകൾ ആപ്പ് അധികൃതർ കൈക്കലാക്കി. നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് മോശക്കാരനാണെന്ന് ചിത്രീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ അജീഷ് മാനസികമായി തളർന്നുവെന്നും ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് കുടുംബം പറയുന്നത്. 6000 രൂപയാണ് അജീഷ് ലോൺ എടുത്തത്. എല്ലാ ആഴ്ചയും 1000 രൂപ വെച്ച് തിരികെ അടയ്ക്കണമെന്നായിരുന്നു നിബന്ധന. ലോൺ എടുക്കാത്തതിൽ കൂടുതൽ പണം പലിശ സഹിതം തിരിച്ചടച്ചിട്ടും ഭീഷണി തുടർന്നെന്ന് കുടുംബം ആരോപിക്കുന്നു. വാട്സപ്പ് കോൾ വഴിയായിരുന്നു ഭീഷണി. ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരും, ബന്ധുക്കളെ വിവരം അറിയിക്കും, അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കും തുടങ്ങി നിരവധി ഭീഷണി സന്ദേശങ്ങളാണ് അജീഷിനെ ലഭിച്ചിരുന്നതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അജീഷ് മരിച്ചതിന് ശേഷവും ഭീഷണി സന്ദേശങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അശ്ലീല ദൃശ്യങ്ങളടക്കം ഫോണിലേക്ക് വന്നിരുന്നു. ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ അറസ്റ്റിലായ ശേഷമുള്ള പ്രതി ഷിംജിതിയുടെ പരാതി ആരുടെ ബുദ്ധിയാണ്? പ്രതിയെ രക്ഷിക്കാനുള്ള നീക്കമാണോ പോലീസ് നടത്തുന്നത്? ബസ്സിൽ അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും പോലീസ് ഇതുവരെയും പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാത്തതിലാണ് ദുരൂഹത. അതിനിടെ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി ഷിംജിതിയുടെ ജാമ്യാപേക്ഷ കോടതി ശനിയാഴ്ച പരിഗണിക്കും. കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യാനും തെളിവ് ശേഖരണത്തിനുമായി പോലീസ് കസ്റ്റഡി അപേക്ഷയും നൽകിയേക്കുമെന്നാണ് സൂചന.
പ്രതി ഷിംജിത മുസ്തഫ അറസ്റ്റിലായ ശേഷം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തന്നെ ജാമ്യം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പോലീസ് റിപ്പോർട്ട് ലഭിച്ച ശേഷം പരിഗണിക്കാനായി ജാമ്യാപേക്ഷ മാറ്റുകയായിരുന്നു. അന്വേഷണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായെങ്കിലും തെളിവ് ശേഖരണമടക്കമുള്ള നടപടികൾക്കായി പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടേക്കും. പ്രതിക്കുള്ള സുരക്ഷാ ഭീഷണിയടക്കം ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർക്കും. ബസിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടുവെന്ന ഷിംജിതയുടെ ആരോപണം തള്ളി റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ബസിൽ അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബസിൽ വെച്ച് ദീപകിനെ ഉൾപ്പെടുത്തിയുള്ള 7ഓളം വീഡിയോകളാണ് ഷിംജിത മൊബൈലിൽ ചിത്രീകരിച്ചത്. ഇവ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചതായും കണ്ടെത്തി. പോസ്റ്റ് ഗ്രാജുവേറ്റും അസിസ്റ്റന്റ് പ്രൊഫസർ ക്വാളിഫൈഡുമായ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള പ്രതി മലപ്പുറം അരീക്കോട് പഞ്ചായത്തിലെ മുൻ വാർഡ് മെമ്പറായിരുന്നു. നിയമത്തെക്കുറിച്ച് മതിയായ അവബോധമുള്ളയാളാണ്. എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ നിയമപാലകരെയോ വിവരമറിയിക്കാതെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിച്ച് സമൂഹമാധ്യമത്തിൽ പ്രചരിപ്പിച്ചാൽ കുറ്റാരോപിതൻ മാനഹാനി നേരിട്ട് മനംനൊന്ത് ആത്മഹത്യ ചെയ്യാമെന്ന് വ്യക്തമായ അറിവും ബോധവും പ്രതിക്കുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ദുരനുഭവം നേരിട്ടെന്ന് പറയുന്ന പ്രതി താമസിക്കുന്ന വടകരയിലോ സംഭവം നടന്നുവെന്ന് പറയുന്ന പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലോ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നില്ല. കണ്ണൂരിലേക്കുള്ള യാത്രയിൽ ബസിൽ വെച്ച് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു വീഡിയോ സഹിതം ഷിംജിത മുസ്തഫ സമൂഹമാധ്യമത്തിൽ ആരോപണം ഉന്നയിച്ചത്. വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയും ദീപക്കിനെതിരെ വ്യാപക സൈബർ ആക്രമണം നടക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ ദീപക് മാനസികമായി തളരുകയും ഞായറാഴ്ച വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. ദീപകിന്റെ കുടുംബത്തിന്റെ പരാതിയിലാണ് ഷിംജിതയ്ക്കെതിരെ കേസെടുത്തത്. ബസിൽ വെച്ച് ഒരാൾ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഷിംജിതയും പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. എനിക്ക് നിന്നെ വേണ്ട. നിന്നെ കല്യാണം കഴിച്ച ശേഷം എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യമില്ല. ഭർത്താവിൽ നിന്ന് ഇങ്ങനെയുള്ള കുത്തുവാക്കുകൾ കേട്ടാൽ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? തിരുവനന്തപുരം കമലേശ്വരത്തെ ഗ്രീമ എന്ന യുവതി വിവാഹം കഴിഞ്ഞ് 25-ാം ദിവസം കേട്ട പഴികളാണിത്. അയർലൻഡിൽ നിന്ന് PhD പൂർത്തിയാക്കാൻ സാധിക്കാത്തതിൻ്റെ കുറ്റവും ഭാര്യയുടെ തലയിൽ കെട്ടിവെച്ചു. സയനൈഡ് കഴിച്ച് അമ്മയും മകളും ജീവനൊടുക്കിയ കേസിലാണ് ഞെട്ടിപ്പിക്കുന്ന കഥകൾ കേട്ടത്. യുവതി ഭർത്തൃവീട്ടിൽ നേരിട്ടത് കടുത്ത അപമാനവും അവഗണനയുമെന്നാണ് വിവരം. മുംബൈയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് നാട്ടിലെത്തിച്ച ഉണ്ണികൃഷ്ണനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. കമലേശ്വരം ആര്യൻകുഴി ശാന്തി ഗാർഡൻസിൽ പരാതിനായ റിട്ടയർഡ് അഗ്രികൾച്ചറൽ ഡെപ്യൂട്ടി ഡയറക്ടർ N രാജീവിന്റെ ഭാര്യ SL സജിതയെയും മകൾ ഗ്രീമ S രാജിനെയുമാണ് ബുധനാഴ്ച വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച ശേഷം ഇവർ സൈനൈഡ് കഴിച്ച് ജീവനൊടുക്കുകയായിരുന്നു. ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനാണ് മരണത്തിന് കാരണമെന്ന് കാട്ടിയുള്ള ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അയർലൻഡിൽ അധ്യാപകനായ ഉണ്ണികൃഷ്ണൻ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പൂന്തുറ പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസ് പ്രകാരം മുംബൈ വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ അധികൃതർ തടഞ്ഞുവെക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് മുംബൈയിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഉണ്ണികൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്കാണ് പൂന്തുറ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ആറ് വർഷം മുൻപായിരുന്നു ഗ്രീമയുടെയും ഉണ്ണികൃഷ്ണന്റെയും വിവാഹം. 200 പവൻ സ്വർണവും വീടും സ്ഥലവും അടക്കമുള്ള സ്വത്തുക്കളും നൽകിയാണ് വിവാഹം നടത്തിയത്. വിവാഹം കഴിഞ്ഞ് 1 മാസത്തിനു ശേഷം ഉണ്ണികൃഷ്ണൻ അയർലൻഡിലേക്ക് പോയി. ഗ്രീമ അമ്മയ്ക്കും അച്ഛനുമൊപ്പം കമലേശ്വരത്തെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഗ്രീമയുടെ അച്ഛൻ N രാജീവ് മരിച്ചിരുന്നു. അടുത്തിടെ ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ വിവാഹബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് ഉണ്ണികൃഷ്ണൻ ഗ്രീമയോട് പറഞ്ഞിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. തുടർന്നുണ്ടായ മാനസിക വിഷമമാണ് ഇരുവരുടെയും മരണത്തിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ പരാതിപ്പെടുന്നു. ആത്മഹത്യ ചെയ്യുകയാണെന്ന് ബന്ധുക്കൾക്ക് വാട്സാപ്പ് സന്ദേശം അയച്ച ശേഷമാണ് ഇരുവരും ജീവനൊടുക്കിയത്. 25 ദിവസം ഒരുമിച്ച് ജീവിച്ച ശേഷം ഉപയോഗിച്ച ഉടുപ്പ് പോലെ മകളെ ഉണ്ണികൃഷ്ണൻ എറിഞ്ഞു കളഞ്ഞു.
6 വർഷത്തെ മാനസിക പീഡനവും അവഗണനയുമാണ് ഗ്രീമ അനുഭവിച്ചത്. പിരിയാൻ തക്ക കാരണങ്ങളൊന്നുമില്ല. നിസ്സാര കാരണങ്ങൾ പറഞ്ഞാണ് മകളെ ഉപേക്ഷിച്ചത്. അപമാനഭാരം സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞാണ് ഗ്രീമയുടെ അമ്മ സജിത ആത്മഹത്യാക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ആരും പെട്ടെന്ന് വരേണ്ടെന്നും സൈനൈഡ് കഴിച്ചാണ് തങ്ങൾ മരിക്കുന്നതെന്നും ഗ്രീമ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. നേരത്തെ തന്നെ തങ്ങളുടെ കയ്യിൽ സൈനൈഡ് ഉണ്ടെന്നും കൂട്ട ആത്മഹത്യ ഒഴിവാക്കാൻ ഇത്രയും നാൾ ഉണ്ണികൃഷ്ണന്റെ കാല് പിടിക്കുകയായിരുന്നുവെന്നും കത്തിലുണ്ട്. തന്റെ പേരിലുള്ള സ്വത്തുക്കൾ ഉണ്ണികൃഷ്ണനും സഹോദരന്മാർക്കും നൽകരുതെന്ന വേറൊരു കത്തും ഗ്രീമ എഴുതിയിരുന്നു. സ്വർണവും സ്വത്തുക്കളും അമ്മാവന്മാർക്ക് നൽകണമെന്നാണ് ആവശ്യം. വിവാഹശേഷം ഗ്രീമ തനിക്ക് ഭാഗ്യക്കേടാണെന്ന് ഉണ്ണികൃഷ്ണൻ കുറ്റപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു. തനിക്ക് PhD പൂർത്തിയാക്കാൻ കഴിയാത്തത് ഗ്രീമയെ വിവാഹം കഴിച്ചതുകൊണ്ടാണെന്ന് ഉണ്ണികൃഷ്ണൻ കുറ്റപ്പെടുത്തിയിരുന്നു. ഗ്രീമയ്ക്കും അമ്മയ്ക്കും ജീവനൊടുക്കാനായി സൈനൈഡ് എവിടെ നിന്ന് ലഭിച്ചുവെന്ന കാര്യത്തിലും സംശയമുണ്ടായിരുന്നു. എന്നാൽ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന പിതാവ് വീട്ടിൽ സൂക്ഷിച്ചിരുന്നതാണ് സൈനൈഡ് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സജിതയുടെയും ഗ്രീമയുടെയും മൃതദേഹം സംസ്കരിച്ചു. നാടിനെ നടുക്കിയ ആത്മഹത്യയിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. സമൂഹ മാധ്യമങ്ങളിലെ ചതിയെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളോട് പറയേണ്ട കാര്യമുണ്ടോ? മാതാപിതാക്കളും അധ്യാപകരുമൊക്കെ എപ്പോഴും അവരെ ഉപദേശിക്കുന്നുണ്ടാകും. പിന്നെ എന്താണ് നമ്മുടെ മക്കൾക്കിപ്പോൾ സംഭവിക്കുന്നത്? കൊല്ലത്ത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലേക്കാണ്. മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത സമയത്താണ് പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായത്. കേസിൽ കോട്ടയം സ്വദേശി സച്ചിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം പെരുമ്പായിക്കാട് കുമ്പളത്ത് ഹൌസിൽ സച്ചിൻ വർഗീസിനെയാണ് ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പടിഞ്ഞാറെ കല്ലട സ്വദേശിനിയായ വിദ്യാർത്ഥിനിയെ മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത സമയത്ത് വീട്ടിലെത്തി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. കുട്ടിയുടെ അസ്വസ്ഥതകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് രക്ഷിതാക്കൾ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പീഡന വിവരം പുറത്തറിയുന്നത്. തുടർന്ന് രക്ഷിതാക്കൾ ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകി. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പോലീസ് കോട്ടയത്തെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ശാസ്താംകോട്ട മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. പെൺമക്കളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് ഓരോ ദിവസവും കേൾക്കുന്നത്. പൊതുസ്ഥലത്ത് വെച്ച് പോലും കുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് ഇരകളാകുന്നു. കണ്ണൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഇതര സംസ്ഥാനക്കാരനാണ്. കേസിൽ തമിഴ്നാട് സ്വദേശി പരമശിവത്തെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ചപ്പോൾ അവിടെയും പ്രതിയുടെ പരാക്രമം. സ്റ്റേഷൻ മുറ്റത്ത് നിർത്തിയിട്ട പോലീസ് വാഹനം തല്ലി തകർത്തു. നിരവധി പിടിച്ചുപറി കേസുകളിൽ ഉൾപ്പെടെ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 9ഓടെയാണ് സംഭവം. പരമശിവത്തിന്റെ താമസ സ്ഥലത്തിനടുത്തുള്ള ബന്ധുവീട്ടിൽ എത്തിയതായിരുന്നു 11 വയസ്സുള്ള പെൺകുട്ടി. സമീപത്ത് ആരുമില്ലാത്ത സമയത്ത് ഇയാൾ കുട്ടിയെ കടന്നുപിടിച്ചു. നിലവിളിച്ച് കുതറിയോടിയ പെൺകുട്ടി അയൽവാസികളോട് വിവരം പറഞ്ഞു. തുടർന്ന് പരമശിവത്തെ നാട്ടുകാർ തടഞ്ഞുവെക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. സ്റ്റേഷനിലെത്തിച്ചപ്പോഴാണ് മുറ്റത്ത് നിർത്തിയിട്ട ജീപ്പിന്റെ ചില്ല് പരമശിവം തലകൊണ്ട് ഇടിച്ചു തകർത്തത്. അക്രമാസക്തനായ പ്രതിയെ പോലീസ് ബലം പ്രയോഗിച്ചാണ് കീഴ്പ്പെടുത്തിയത്. പിന്നീട് വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഇയാൾ പരാക്രമം തുടർന്നു. ഡോക്ടറുടെ ക്യാബിന്റെ ചില്ല് തകർത്ത പരമശിവം പോലീസ് ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും ചെയ്തു.
കൊറ്റാളി ആയുർവേദ ആശുപത്രിക്ക് സമീപത്താണ് ഇയാൾ താമസിച്ചിരുന്നത്. നിരവധി പിടിച്ചുപറി കേസുകളിൽ പ്രതിയാണ് പരമശിവമെന്ന് പോലീസ് അറിയിച്ചു. പോക്സോ കുറ്റം ഉൾപ്പെടെ ചുമത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ. പാലക്കാട് കല്ലേക്കാട് +1 വിദ്യാർത്ഥിനി റാഗിങ്ങിനെ തുടർന്ന് ജീവനൊടുക്കിയ കേസിൽ പ്രതിഷേധം ശക്തമാകുന്നു. പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കോൺഗ്രസും SFI നടത്തിയ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. മരിച്ച രുദ്ര സ്കൂളിൽ റാഗിങ്ങിന് ഇരയായെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കാൻ ശ്രമിച്ചതാണ് രുദ്രയുടെ മരണത്തിന് കാരണമെന്നാരോപിച്ച് പിതാവ് രാജേഷ് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. +1 വിദ്യാർത്ഥിനി രുദ്ര രാജേഷിനെ സ്കൂൾ ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സ്കൂളിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. കല്ലേക്കാട് വ്യാസവിദ്യാപീഠം സ്കൂളിലേക്കായിരുന്നു മാർച്ച്. കുട്ടിയുടെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. നിരവധി തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. അതേസമയം രുദ്രയുടെ മരണത്തിൽ CWC ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം തിരുവില്ലോമല ഐവർമഠം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 9ഓടെയാണ് രുദ്രയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിംഗ് മൂലമുണ്ടായ മാനസിക സമ്മർദ്ദത്തിലാണ് മകൾ മരിച്ചതെന്നാരോപിച്ച് പിതാവ് രാജേഷ് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ പോലീസും അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 പാലക്കാട്. കാസർഗോഡ് കുമ്പളയിലെ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ കള്ളൻ ഒടുവിൽ പിടിയിൽ. നായ്ക്കാപ്പ് സ്വദേശിനിയായ അഭിഭാഷകയുടെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്ന കേസിലാണ് കർണാടക സ്വദേശി ഇബ്രാഹിം എന്ന കലന്തർ ഇബ്രാഹിമിനെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത്. CCTV ദൃശ്യങ്ങളും വിരലടയാളവുമാണ് കേസിൽ നിർണായകമായത്. പിടിയിലായ ഇബ്രാഹിം നിരവധി കേസുകളിൽ പ്രതിയെന്ന് പോലീസ് പറയുന്നു. കുമ്പള നായിക്കാപ്പ് സ്വദേശിയും കാസർഗോഡ് ബാറിലെ അഭിഭാഷകയുമായ ചൈത്രയുടെ വീട്ടിൽ നിന്ന് 29 പവൻ സ്വർണവും 1/4 ലക്ഷം രൂപയുടെ വെള്ളിയും പണവും കൊള്ളയടിച്ച കേസിൽ പ്രതി പിടിയിൽ. കർണാടക സ്വദേശിയും കാസർഗോഡ് വിവിധ ഇടങ്ങളിലായി ക്വാർട്ടേഴ്സുകളിൽ താമസക്കാരനുമായിരുന്ന ഇബ്രാഹിം എന്ന കലന്തർ ഇബ്രാഹിമിനെയാണ് കർണാടകയിൽ നിന്ന് സാഹസികമായി പിടികൂടിയത്. കുമ്പള പോലീസ് ഇൻസ്പെക്ടർ TK മുകുന്ദൻ, SI K ശ്രീജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രദേശത്തെ CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. സംശയകരമായ സാഹചര്യത്തിൽ ബൈക്കിൽ സഞ്ചരിക്കുന്ന പ്രതിയുടെ ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളങ്ങളും പ്രതിയെ തിരിച്ചറിയാൻ സഹായകമായി. ഞായറാഴ്ച വൈകുന്നേരം 6-നും രാത്രി 8 മണിക്കും ഇടയിലാണ് ചൈത്രയുടെ വീട്ടിൽ കവർച്ച നടന്നത്. ചൈത്രയും കുടുംബവും ഉത്സവം കാണാൻ പോയ സമയത്തായിരുന്നു കവർച്ച. വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. അലമാരിയിലുണ്ടായിരുന്ന ആഭരണങ്ങളും പണവുമാണ് കവർന്നത്. ഫെബ്രുവരി 7-ന് എൺമകജെ പെർലയിൽ കർണാടക ബാങ്കിന്റെ അഡ്യനെടുക്ക ശാഖ കൊള്ളയടിച്ച കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളാണ്
ഇബ്രാഹിം കലണ്ടർ. അന്ന് ബാങ്കിൽ നിന്ന് 2 കിലോ സ്വർണവും 17 ലക്ഷം രൂപയുമാണ് കൊള്ളയടിച്ചത്. ബാങ്കിന്റെ പിൻവശത്തുള്ള ജനലിന്റെ ഇരുമ്പ് കമ്പി മുറിച്ച് അകത്ത് കടന്ന് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ലോക്കർ തകർത്താണ് സ്വർണവും പണവും കൊള്ളയടിച്ചത്. പ്രതിക്കെതിരെ കർണാടകയിലും കേരളത്തിലുമായി 25ഓളം കേസുകൾ നിലവിലുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ നിരവധി കവർച്ചാ കേസുകൾക്ക് തുമ്മുണ്ടാക്കാനാകുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് 18 കാസർഗോഡ്. ഇതര സംസ്ഥാനക്കാരെന്ന വ്യാജേന തൊഴിൽ തേടി ബംഗ്ലാദേശികളും കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇന്റലിജൻസിന് നേരത്തെ തന്നെ ഇത്തരം സൂചനകൾ ലഭിച്ചിരുന്നു. പലപ്പോഴും നിരവധി പേർ പിടിയിലുമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മലപ്പുറത്ത് രേഖകളില്ലാതെ താമസിച്ചു വന്ന 5 ബംഗ്ലാദേശികളെ പോലീസ് പിടികൂടി. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട് ചോദ്യം ചെയ്തപ്പോഴാണ് ഇവരെക്കുറിച്ച് വിവരം ലഭിച്ചത്. ഇവരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുമെന്ന് പോലീസ് അറിയിച്ചു. മതിയായ രേഖകളില്ലാതെ ജോലി ചെയ്ത് താമസിച്ചു വരുന്നതിനിടെ കൊണ്ടോട്ടിയിൽ നിന്നാണ് 5 ബംഗ്ലാദേശ് സ്വദേശികളെ കൊണ്ടോട്ടി പോലീസ് പിടികൂടിയത്. ബംഗ്ലാദേശിലെ കുഷ്തിദ ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് റജു ഹുസൈൻ, മുഹമ്മദ് ഷാഹിബ് ഹുസൈൻ, മുഹമ്മദ് ഷാക്കിബ് ഹുസൈൻ, മുഹമ്മദ് ഷമീം, മുഹമ്മദ് ഷമീം ഹുസൈൻ, മുഹമ്മദ് അബ്ദുൽ അവൽ, മുഹമ്മദ് ഹാക്കിം സർദാർ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ഡിസംബറിൽ കേരളത്തിലെത്തിയ സംഘം ഡിസംബർ അവസാനത്തോടെയാണ് കൊണ്ടോട്ടിയിലെത്തിയത്. കപ്പലോട് കയറ്റുന്ന വാഹനത്തിൽ ജോലി ചെയ്ത് ഇവിടെ തന്നെ താമസിച്ചു വരികയായിരുന്നു സംഘം. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട് ചോദ്യം ചെയ്തപ്പോഴാണ് മതിയായ രേഖകൾ ഇല്ലെന്ന് മനസ്സിലായത്. ഇതോടെ 5 പേരെയും കസ്റ്റഡിയിലെടുത്തു. 5 പേരെയും കൊല്ലത്ത് ട്രാൻസിറ്റ് ഹോമിലെത്തിച്ച നടപടികൾ പൂർത്തീകരിച്ച ശേഷം ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം. അറസ്റ്റ് ചെയ്ത് 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് കൊല്ലം വിജിലൻസ് കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ഇതോടെ മുരാരി ബാബു രാത്രിയോടെ ജയിലിൽ നിന്നും പുറത്തിറങ്ങി. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് കാലാവധി കോടതി നീട്ടിയിട്ടുണ്ട്. അതിനിടെ മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിനെ ആശുപത്രിയിൽ നിന്നും ജയിലിലേക്ക് മാറ്റി. റാന്നി കോടതിയുടെ പരിധിയിൽ പ്രവേശിക്കരുത്, അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം, തെളിവുകൾ നശിപ്പിക്കരുത് തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് മുരാരി ബാബുവിന് കോടതി ജാമ്യം അനുവദിച്ചത്. 2 കേസുകളിലും അറസ്റ്റ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ജാമ്യം ലഭിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന ആദ്യ പ്രതിയാണ് മുരാരി ബാബു. ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായ ജാമ്യമാണ്. അന്വേഷണ റിപ്പോർട്ട് 90 ദിവസത്തിനകം കോടതിയിൽ SIT ഫയൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രതിക്ക് ഉള്ള ഒരു അവകാശത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ജാമ്യമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കർശന ഉപാധികളോടുകൂടിയാണ് ഈ ജാമ്യം ഇപ്പോൾ കോടതി അനുവദിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ കഴിയില്ല. കോടതി അത്തരത്തിലുള്ള നിർദ്ദേശം കൂടി തന്നിട്ടുണ്ട്. കോടതിയുടെ വിചാരണയിൽ ഇരിക്കുന്ന കേസാണ്. സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ എല്ലാം തന്നെ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഈ കേസിന്റെ ട്രയലിൽ മുരാരിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യ കേസ്. ഈ കേസിൽ 2ാം പ്രതിയാണ് മുരാരി ബാബു. ഒക്ടോബർ 23-നാണ് പെരുന്നയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ശേഷം അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളെന്ന് തെറ്റായി രേഖപ്പെടുത്തിയതും സ്വർണ്ണപ്പാളികൾ നവീകരണത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതും മുരാരി ബാബുവിന്റെ ഇടപെടലിലൂടെയാണെന്ന് SIT കണ്ടെത്തിയിരുന്നു. കട്ടളപ്പാളി കേസിലും പങ്ക് വ്യക്തമായതോടെയാണ് ആ കേസിലും അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും 2ാമത്തെ കേസിൽ റിമാൻഡിലായതിനാൽ പുറത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് നീട്ടി. ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ 28-ന് പരിഗണിക്കും. കൊള്ളയിൽ പങ്കില്ലെന്നാണ് തന്ത്രി കണ്ഠരര് രാജീവര് ചോദ്യം ചെയ്യലിൽ ആവർത്തിച്ചത്.
ന്യൂസ് 18 കൊല്ലം. മലപ്പുറത്ത് വീട്ടിൽ വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച MDMA പിടികൂടിയ കേസാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘം പോലീസിന്റെ പിടിയിലായി. 4 പേരടങ്ങുന്ന സംഘത്തെയാണ് 40 ഗ്രാം MDMAയുമായി കരിപ്പൂരിൽ നിന്നും പിടികൂടിയത്. സംഘത്തിലെ കൂട്ടുപ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായും അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് നിന്നാണ് മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ രാസലഹരി വിൽപ്പന നടത്തുന്ന അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിൽപ്പെട്ട 4 പേരെ പിടികൂടിയത്. കരിപ്പൂർ കുമ്മിണിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് കബീർ, വേങ്ങര ചുള്ളിപ്പറമ്പ് സ്വദേശി അർഷാദ് അലി, കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി നിസാർ റഹ്മാൻ, എറണാകുളം പള്ളുരുത്തി സ്വദേശി സാദത്ത് എന്നിവരെയാണ് നാർക്കോട്ടിക് സെല്ലും കരിപ്പൂർ പോലീസും സംയുക്തമായി പിടികൂടിയത്. ഇവരിൽ നിന്ന് 40.59 ഗ്രാം MDMAയും പിടിച്ചെടുത്തു. മുഖ്യപ്രതി കബീറിന്റെ വീടിനോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ കെട്ടിടത്തിലാണ് MDMA വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും സൗകര്യമൊരുക്കിയിരുന്നത്. പോലീസ് പിടികൂടിയ അർഷാദ് അലി കഴിഞ്ഞയാഴ്ച വേങ്ങര പോലീസ് 3 ഗ്രാം MDMA പിടികൂടിയ കേസിൽ ഓടി രക്ഷപ്പെട്ടയാളാണ്. നിസാർ റഹ്മാനെതിരെ മുൻപ് അടിപിടി കേസുണ്ട്. സാദത്ത് സ്വർണ്ണക്കടത്ത് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളാണ്. പ്രതികൾക്ക് ലഹരി എത്തിച്ചു നൽകുന്നവരെക്കുറിച്ചും ലഹരി കച്ചവടത്തിന് സാമ്പത്തിക സഹായം നൽകിയവരെക്കുറിച്ചും പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. ഇവരെ അന്വേഷിച്ചു വരികയാണ്. കരിപ്പൂർ CI M അബ്ബാസ് അലി, നാർക്കോട്ടിക് സെൽ SI ജസ്റ്റിൻ കെയർ, ASI രാജേഷ്, SCPOമാരായ KK ഷിനോജ്, നിഖിൽ, സബീർ അലി, പ്രശാന്ത്, ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ടീം അംഗങ്ങളായ ദിനേശ് ഇരിപ്പുകണ്ടൻ, മുഹമ്മദ് സലീം P, ജസീർ KK, ബിനു BP, രഞ്ജിത്ത് താർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 തിരൂർ. സംസ്ഥാനത്ത് ചെറിയൊരിടവേളയ്ക്ക് ശേഷം കുഴൽപ്പണക്കടത്ത് വീണ്ടും സജീവമാകുന്നു. കാസർഗോഡ് മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വൻ കുഴൽപ്പണ വേട്ട. 30 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി മലപ്പുറം സ്വദേശി പിടിയിലായി. പെരിന്തൽമണ്ണ സ്വദേശി ഹംസയെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് 30 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി ഒരാൾ പിടിയിലായത്. KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന പണമാണ് പിടികൂടിയത്. മലപ്പുറം പെരിന്തൽമണ്ണ വടക്കാങ്കര എരുമ്പത്ത് വീട്ടിൽ ഹംസയെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് പ്രതിയെയും കുഴൽപ്പണവും പോലീസിന് കൈമാറിയതായി എക്സൈസ് സംഘം അറിയിച്ചു. തലപ്പാടി ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കർണാടകയിൽ നിന്നും കാസർഗോട്ടേക്ക് വരികയായിരുന്ന KSRTC ബസ്സിൽ നിന്നും കുഴൽപ്പണം പിടിച്ചത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജിൻ കുമാറിന്റെ നേതൃത്വത്തിലാണ് ഹംസയെ കസ്റ്റഡിയിലെടുത്തത്. പണത്തിന് രേഖകളില്ലായിരുന്നു. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 കാസർഗോഡ്. എന്നെ ദ്രോഹിച്ചവരെ ഞാൻ ഇല്ലാതാക്കും, അവരുടെ ജീവിതം തകർക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ ഉപദ്രവിക്കുന്നവരോടും വേദനിപ്പിക്കുന്നവരോടും ചിലപ്പോൾ മനസ്സിൽ പകയും വിരോധവും തോന്നാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇത്തരം പ്രതികാര ചിന്ത നമ്മളെ കുറ്റവാളിയാക്കാം. മനസ്സിൽ നിന്ന് ശത്രുതാ മനോഭാവം എടുത്തു മാറ്റി നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ വിജയിച്ചാണ് പ്രതികാരം ചെയ്യേണ്ടത്. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.